ലീഡ് ഐഎഎസ് ജൂനിയർ വീക്ക്ലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രാത്രിയും പകലും എന്ന വ്യത്യാസമില്ലാതെ നമ്മൾ യാത്ര പോകാൻ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുമ്പോൾ ചാണകവണ്ടുകൾ ഉപയോഗപ്പെടുത്തുന്നത് സാക്ഷാൽ മിൽക്കി വേയെ തന്നെ. രാത്രിയിൽ നേർരേഖയിൽ സഞ്ചരിക്കാൻ ചാണകവണ്ടുകൾ അഥവാ ഡങ് ബീറ്റിൽസ് ആകാശത്തിലെ തിളക്കമുള്ള നക്ഷത്രങ്ങളുടെ ബാൻഡ് ഉപയോഗിക്കുന്നു എന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ശാസ്ത്രലോകം. ഭക്ഷണത്തിനും പുനരുൽപാദനത്തിനും മൃഗങ്ങളുടെ കാഷ്ടത്തെ ആശ്രയിക്കുന്നവരാണ് ഈ ജീവികൾ. ചാണകത്തെ വലിയ ഉണ്ടയാക്കി ഉരുട്ടി ദൂരേക്ക് കൊണ്ടുപോയി കുഴി കുത്തി അതിൽ മുട്ടയിട്ട് വിരിയിച്ച് കുഞ്ഞുങ്ങളെ വളർത്തുന്നതാണ് ഇവരുടെ രീതി. ആഫ്രിക്കയിലെ രാത്രി സഞ്ചാരികളായ സ്കെരാബീസ് സെറ്റേറിസ് എന്ന ഇനം വണ്ടുകളെ ഉപയോഗിച്ച് പ്ലാനറ്റേറിയങ്ങളിൽ വെച്ച് നടത്തിയ പരീക്ഷണങ്ങളിൽ ആകാശഗംഗയാണ് ഇവരെ സഹായിക്കുന്നത് എന്ന് മനസ്സിലാക്കി. ആകാശഗംഗയുടെ ഒരു സ്പേസ് ഫോട്ടോ മനസ്സിൽ റെക്കോർഡ് ചെയ്തു വെക്കുകയും അതിനെ മാപ്പാക്കി മാറ്റി തങ്ങളുടെ നേർരേഖാ റൂട്ടുകൾ തീരുമാനിക്കുകയും ചെയ്യുകയാണ് ഇവർ. 2028ഓടെ ബഹിരാകാശ ഭ്രമണപഥത്തിലും 2030ഓടെ ചന്ദ്രനിലും ന്യൂക്ലിയർ റിയാക്ടറുകൾ വിന്യസിക്കാനുള്ള അംബീഷ്യസ് പ്ലാനുമായി അമേരിക്ക. ആർടെമിസ് 2 ദൗത്യത്തിന്റെ വിജയത്തെ തുടർന്നാണ് ഈ നീക്കം. സ്പേസ് എക്സ്പ്ലോറേഷൻ, ട്രേഡ്, ഡിഫൻസ് എന്നിവയിൽ തങ്ങളുടെ നേതൃത്വം ശക്തിപ്പെടുത്തുക എന്ന വാഷിംഗ്ടണിന്റെ വിശാലമായ ലക്ഷ്യത്തെയാണ് ഈ പദ്ധതി പ്രതിഫലിപ്പിക്കുന്നത്. വൈറ്റ് ഹൗസ് പുറത്തിറക്കിയ നാഷണൽ ഇനിഷ്യേറ്റീവ് ഫോർ അമേരിക്കൻ സ്പേസ് ന്യൂക്ലിയർ പവർ എന്ന മെമ്മോറാണ്ടത്തിന്റെ കീഴിലാണ് ഈ സംരംഭം. ചന്ദ്രോപരിതലത്തിൽ സ്ഥിരമായ മനുഷ്യവാസം നടത്താൻ US പദ്ധതിയിടുന്നതിനാൽ ഇത് ആഗോള തലത്തിൽ നിർണായകമാണ്. 2026 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ ഏറ്റവും മികച്ച വ്യാപാര പങ്കാളിയായി മാറി ചൈന. അമേരിക്കയെ മറികടന്നാണ് ഇത്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 2026 സാമ്പത്തിക വർഷത്തിൽ ചൈനയുമായുള്ള ഇന്ത്യയുടെ മൊത്തം വ്യാപാരം $151.1 ബില്യൺ ഡോളറിലെത്തി. ഇന്ത്യയുടെ ഏറ്റവും മികച്ച വ്യാപാര പങ്കാളി എന്ന നിലയിൽ ചൈനയുടെ തിരിച്ചുവരവാണിത്. 2024-25 വരെ തുടർച്ചയായി 4 വർഷം 1-ാം സ്ഥാനം നിലനിർത്തിയിരുന്ന അമേരിക്ക ഇപ്പോൾ 2-ാം സ്ഥാനത്തേക്ക് നീങ്ങി. ചൈനയുടെ ആധിപത്യത്തിന് പിന്നിലെ ഒരു പ്രധാന ഘടകം ഇറക്കുമതിയിലെ കുതിച്ചുചാട്ടമാണ്. ചൈനയിൽ നിന്നുള്ള ഇന്ത്യയുടെ ഇറക്കുമതി 16% വർദ്ധിച്ച് $131.63 ബില്യൺ ഡോളറിലെത്തി. ഇതോടെ ഈ ആഴ്ചയിലെ വീക്ക്ലി ന്യൂസ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. ലീഡ് ഐഎഎസ് ജൂനിയർ